അവിടെ ഒരു കുട്ടി ഓടി വരുന്നു, ഇവിടെ ഒരു കുട്ടി ഓടി വരുന്നു. ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ഒരു 10-12 കിലോമീറ്റർ വേഗതയായിട്ട് നിജപ്പെടുത്തുക. രണ്ടുപേരും വന്ന് മാംസവും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അപ്പോൾ പറയും അറിയാൻ പറയും, മറ്റൊരും പറയും അവിടെ നോക്കിയാൽ നടന്നത് അറിയും. കുറേ നേരം തിരുമ്പോ എന്നൊക്കെ ആക്കും ഇങ്ങനെ അല്ലേ. ഒരു 12 കിലോമീറ്റർ മാംസം കൂട്ടിയിടിച്ചപ്പോഴാണ്. പക്ഷേ ഒരു 45-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു മോട്ടോർ സൈക്കിളിനകത്ത് എതിർദിശയിൽ നിന്ന് വരുന്ന 75 കിലോമീറ്റർ വേഗതയിൽ വരുന്ന രണ്ട് യന്ത്രങ്ങൾ തമ്മിൽ, ഇരുമ്പുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് എന്താ ഉണ്ടാവുമെന്ന് അറിയാമോ? ഈ ബുൾസിയൊക്കെ അടിക്കുന്നവരുണ്ടോ? ഓംബ്രേക്ക് ബുൾസി അടിക്കൂലേ? അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു മോട്ടോർ വാഹനത്തിൽ അത് രണ്ട് കാറും കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം കേവലം വാക്കുകൾക്ക് അതീതമാണ്. ഒരു സീറ്റ് ബെൽറ്റ് നൽകുന്ന ഒരു നമ്മുടെ സുരക്ഷ എത്രയെന്നറിയാമോ? 3500 കിലോ വരെ നമുക്ക് സുരക്ഷ നൽകുന്നുണ്ട്. 3500 കിലോ നമ്മളെ താങ്ങി നിർത്തപ്പെടുന്നുണ്ട്. 3500 കിലോ നമ്മൾ പൊക്കുമോ? ഇങ്ങനെ പൊക്കില്ല. 50 കിലോ സിമെന്റ് ചാക്ക് നമുക്ക് പൊക്കാൻ പറ്റും. ഒരു 3500 കിലോ നമുക്ക് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുമോ? പറ്റൂല. അതാ സീറ്റ് ബെൽറ്റ് നമുക്ക് പ്രൊവൈഡ് നൽകുന്നത്. ഒരു സീറ്റ് ബെൽറ്റിന്റെ അതിന്റെ വിലയെ നിങ്ങൾക്ക് നിജപ്പെടുത്താൻ പറ്റുമോ? നമ്മുടെ കേവലം ഒരു സീറ്റ് ബെൽറ്റ് ആണ്. ഒരു പഴയ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഒരു കത്രിക കൊണ്ടോ ബ്ലേഡ് കൊണ്ടൊക്കെ ഒന്ന് കണ്ടിച്ച് നോക്കണം. അപ്പോൾ അറിയാം ആ മെറ്റീരിയൽ എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ സ്ക്രൂവും അതിൻ്റെ ഫിറ്റിങ്സും ഒക്കെ നോക്കണം. അപ്പോൾ അറിയാൻ പറ്റും. ഒരു വാഹനം നിരത്തിലിറക്കണമെങ്കിൽ ആ മോട്ടോർ വാഹന ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ അംഗീകാരമൊക്കെ കിട്ടണമെങ്കിൽ ആ വാഹന നിർമ്മാതാക്കൾക്ക് ആ വാഹനത്തിന് സീറ്റ് ബെൽറ്റിന് എത്രമേൽ ചെലവുണ്ട് എന്ന് കേവലം വായിക്കിലൂടെ പറയാൻ പറ്റില്ല. അത്രമേൽ ചെലവ് വരുന്നുണ്ട്. അത്ര സുരക്ഷ നൽകുന്നത് കൊണ്ടാണ് ആ സീറ്റ് ബെൽറ്റിൻ്റെ സംവിധാനം അത്രമേൽ ആക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ട